ചീങ്കണ്ണി ജോസിന്റെ കഥകൾ കുളിക്കടയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അടിച്ചു കയറി ആ ഡയലോഗ് പറഞ്ഞ് ഫേമസ് ആയ ഒരാളുണ്ട്, ഒരു ആക്ടറുണ്ട്, മിസ്റ്റർ റിയാസ് ഖാൻ. അദ്ദേഹം ഇതുപോലെ എന്റെ ഒരു ഫോട്ടോഗ്രാഫറിന്റെ നമ്പർ കൺസെന്റ് ഇല്ലാതെ എങ്ങനെ കൺസെന്റ് ഇല്ലാതെ കൊടുത്തു. എന്നിട്ട് ഒരു ദിവസം രാത്രി എനിക്ക് ഫോൺ കോൾ വരും. ഒരു ഫോൺ കോൾ മാത്രമാണ്, അതിനുശേഷം അയാളെ പൊടി പോലും ഇല്ല. ഒരു ഫോൺ കോൾ വന്നു, വന്നിട്ട് ഇയാള് വൃത്തികേട് ഇങ്ങനെ അഴിച്ചുവിടുകയാണ്. ലൈക്ക് നിങ്ങൾ അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. അതിൽ വേണ്ട തെണ്ടി. നിങ്ങൾക്ക് പിന്നെ സെക്സ് ചെയ്യാൻ ഇഷ്ടമാണോ? നിനക്ക് നാണല്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? നിങ്ങൾക്ക് എന്ത് പൊസിഷനാണ് നിങ്ങളുടെ ഫേവറേറ്റ്? ഇങ്ങനെയൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഹി വാസ് സേയിങ് ഓക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ കൊച്ചിയിലെ 9 ഡേയ്സിനുണ്ട്. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരെങ്കിലും ഒപ്പിച്ച് തന്നാൽ മതി. ഇത് വേറെ ആരുമില്ല, ഒന്ന് ജസ്റ്റ് ഡയറക്ടറുമായിട്ട്, സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട്, എഡിറ്ററായിട്ട് ഇങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ വരും.